ഞാൻ പാസ്റ്റർ മാത്യുവിനോട് ചോദിച്ചത് എങ്ങനെയുണ്ട്, ഹെൽത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിച്ചതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വളരെയധികം ദുഃഖത്തിലൂടെയും അതുപോലെ തന്നെ കുറച്ച് പ്രയാസത്തിലൂടെയൊക്കെ ഫിസിക്കലി ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ അത്രയും കടന്നു പോയതുകൊണ്ട് ഞാൻ ആ ഒരു ചോദ്യം ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അതിനുശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പോൾ പാസ്റ്റർ ജോൺസൺ സാമുവൽ അദ്ദേഹത്തെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മൾക്കറിയാം, അദ്ദേഹം പല തവണ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്, ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫൈനാൻസ് എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ മേഖലയിൽ പലപ്പോഴും ചർച്ച്, ഫാമിലീസ്, ഇൻഡിവിജ്വൽസ് വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടുന്നൊരു മേഖലയാണ്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ. ചർച്ച്, പാസ്റ്റേഴ്സ്, പാസ്റ്ററൽ മിനിസ്ട്രീസ് ഇങ്ങനെയുള്ളവരുടെയൊക്കെ മധ്യത്തിൽ ബിബ്ലിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡ്, ബിബ്ലിക്കലായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, ബിബ്ലിക്കലായിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഉടലെടുത്തായിട്ടുള്ളൊരു മിനിസ്ട്രിയാണ് കോമ്പസ് മിനിസ്ട്രീസ്. കോമ്പസ് മിനിസ്ട്രീസ് കൂടുതലും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ഒരു കാര്യം ഫിനാൻസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ എല്ലാ മേഖലകളിലേക്കും എത്തിക്കുകയും ട്രെയിൻ ചെയ്യുകയും, ഓർഗനൈസേഷൻസിൻ്റെ ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ചേർച്ച് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്യുക, ഗ്രൂപ്പ് ട്രെയിൻ ചെയ്യുക, പേഴ്സണൽ ട്രെയിൻ ചെയ്യുക, ഫാമിലികളെ ട്രെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള ആ ഒരു ഫോക്കസാണ് ആ മിനിസ്ട്രിയിലുള്ളത്. അതിൻ്റെ ഏഷ്യ പസഫിക് റീജിയൻ്റെ, സൗത്ത് ഏഷ്യൻ പസഫിക് റീജിയൻ്റെ CEO ആയിട്ടാണ് പാസ്റ്റർ ജോൺസൺ സാമുവൽ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ കരോളും നമ്മുടെ മധ്യത്തിലുണ്ട്. ബാങ്കിൽ എനിക്കൊന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ദീർഘനാൾ വർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വിരമിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു. വിരമിച്ചല്ലോ അല്ലേ? ഇല്ല അല്ലേ? നോ, ഇറ്റ്സ് ഓൾ ഓക്കെ. വർക്ക് ചെയ്യുന്ന ഇതിലിരിക്കുന്നു. നമ്മുടെ എവിടെയും സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ എൻ്റെ നേരെ ദീപ ഇരിപ്പുണ്ട്. സോ ദർ ആർ പീപ്പിൾ വളരെ റിസൈൻ നൗ. ഓ, ഐ ഡിഡ്ന്റ് നോ ദാറ്റ്. ഓക്കെ. യാ, ദാറ്റ് ഈസ് വോളണ്ടറി മേ ബി റിസൈനിങ്. യാ, ദാറ്റ്സ് ഗ്രേറ്റ്. തീർച്ചയായിട്ടും ദൈവം അവരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കടന്നു വന്നത് ഇന്നലെ പ്രത്യേകിച്ചും ലീഡേഴ്സ്, പാസ്റ്റേഴ്സിൻ്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ നടന്നു. അതിനുശേഷം ആണ് അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. രാവിലെ ഞങ്ങൾ ചെറിയൊരു ശുശ്രൂഷ നമ്മുടെ ഭവനത്തിലുള്ള കൂട്ടായ്മയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ ദൈവം ആ ഒരു കൃപ ചെയ്തു. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വി ക്യാൻ വെൽക്കം, അല്ലേ? നമുക്ക് വെൽക്കം ചെയ്യാം. കരങ്ങളെ അടിച്ച് നമുക്ക് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം. പാസ്റ്റർ മാത്യു ട്രാൻസ്ലേറ്റ് ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you so much. It's my honor to be here today. നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നത് തികച്ചും ഒരു ബഹുമതിയായി ഞാൻ കണക്കുകൂട്ടുന്നു. Thank you for the leadership and pastors for inviting me to speak and do some financial matters yesterday. ഈ HIFന്റെ ലീഡേഴ്സിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നലെ വന്ന സാമ്പത്തികമായ ചില കാര്യങ്ങളെക്കുറിച്ച് ചില അവബോധം വരുത്താനായി എന്നെ ക്ഷണിച്ചതിനായിട്ട് നന്ദി പറയുന്നു. I'm going to speak from Psalm 91. 91-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. Psalm 91 is a psalm that we all said multiple times all throughout COVID. കോവിഡിന്റെ കാലത്ത് നമ്മൾ കൂടെ പറഞ്ഞ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 91. When I saw people carried away in an ambulance from our building, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ആംബുലൻസിൽ ആളുകളെ കൊണ്ടുപോകുമ്പോൾ, not knowing whether they will ever come back or we will see them again, അവരെ തിരിച്ചു കാണുമോ എന്ന ഉറപ്പ് പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അവർ തിരിച്ചു വരുമോ എന്നുള്ള ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ, days when we sat in the home and we could not go out, നമ്മളെ വീടുകളിൽ തന്നെ അടച്ചിട്ടിരുന്ന, വെളിയിൽ പോകാൻ സാധിക്കാതെ ഇരുന്ന ആ സമയത്ത്, when we see fear in the eyes of people,
ജനങ്ങളുടെ കണ്ണുകളിൽ ഭയം കണ്ടുകൊണ്ടിരുന്ന, വളരെ ഭയം തോന്നുന്ന അനുഭവത്തിൽ ജീവിച്ച ആ സാഹചര്യത്തിൽ People who do not know Jesus and people who know Jesus also. യേശുവിനെ അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെ ഭയപ്പെട്ട ആ കാലങ്ങളിൽ And we dreaded the, when the government officials would come and knock at the door. ഗവൺമെന്റ് ഓഫീസേഴ്സ് നമ്മുടെ ഡോറുകളിൽ വരുന്നത് നമ്മൾ പേടിച്ചിരുന്ന, അവർ വരുമോ എന്ന് പേടിച്ചിരുന്ന സമയങ്ങളിൽ If my oxygen level is slightly less, they may pick me and take me away. എൻ്റെ ഓക്സിജൻ ലെവൽ ഒരല്പം കുറഞ്ഞു എന്ന് കണ്ടാൽ അവരെന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും എന്ന പേടിയോടെ. If ever this psalm has been said, the maximum time it was in COVID. ഏറ്റവും കൂടുതൽ സമയങ്ങളിൽ ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ട സങ്കീർത്തനം 91 സങ്കീർത്തനമാണ് കോവിഡ് കാലങ്ങളിൽ. This is an interesting psalm. ഇത് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കീർത്തനമാണ്. Who wrote this psalm is uncertain. We don't know ആരാണ് ഇത് very എഴുതിയത് എന്നുള്ളതിന് കൃത്യമായ ഒരു രേഖയില്ല. The previous psalm, that is Psalm 90, was written by Moses. അതിന് തൊട്ട് മുമ്പുള്ള സങ്കീർത്തനം 90 സങ്കീർത്തനം മോശയാണ് എഴുതിയത്. People say that the writing is similar, so it could be Moses. അതിന്റെ എഴുത്ത് രീതികൾ ഒരേ രീതിയിലായതുകൊണ്ട് ഒരുപക്ഷെ മോശ തന്നെ ആയിരിക്കാം എന്ന അനുമാനമുണ്ട്. But we really don't know. എന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ ആരാ But എഴുതിയത്. what I know is this psalm is a very impactful psalm. എന്നാൽ അറിയാവുന്ന ഒരു കാര്യം, ഇത് വളരെ ശക്തിയേറിയ നിലയിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. Whoever wrote this psalm knew something deep in God. ദൈവത്തിൽ ചില ആഴങ്ങളെ, ചില ആഴമേറിയ സത്യങ്ങളെ ഗ്രഹിച്ച ആരോ ആണ് ഇത് എഴുതിയത്. How many of us can say this psalm? At least the first verse of this psalm. ആദ്യത്തെ വാക്യങ്ങൾ, ഈ വാക്യങ്ങളെല്ലാം ഒരുപക്ഷെ എത്ര പേർക്ക് കാണാതെ അറിയാം? ആദ്യത്തെ വാക്യമെങ്കിലും. Yeah, what does it say? എന്താണിത് പറയുന്നത്? Right. യെസ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. He who dwells in the secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ വസിക്കുന്ന. Where is this secret place? എവിടെയാണ് ഈ രഹസ്യ സങ്കേതം? It says here, if I dwell in the secret place of the, I stay in the secret place of the Most High God, then all this what is written after that is applicable to me. ദൈവത്തിന്റെ ഈ രഹസ്യ സങ്കേതത്തിൽ വസിക്കുന്ന വ്യക്തികൾക്കാണ് ഇതിലെ ഓരോ സത്യങ്ങളും അപ്ലിക്കബിൾ ആയിട്ടിരിക്കുന്നത്. If I abide under the shadow of the Almighty, അത് സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർത്താൽ, if I declare that He is my refuge, അവിടുന്ന് എന്റെ സംരക്ഷകനാണ് എന്ന് നമ്മൾ കോട്ടയാണെന്ന് പറഞ്ഞാൽ, if I declare that I will trust in Him, അവിടുത്തെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ, then He will deliver me അവിടുന്ന് എന്നെ വിടുവിക്കും. from the snare or the trap of the fowler, എന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കും. from pestilence and even sicknesses. എല്ലാ രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കും. Then He covers me with His feathers, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ മറയ്ക്കും. and under His wings I will take refuge. അവിടുത്തെ ചിറകിൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും. He is my shield and my buckler. അവിടുന്ന് എന്റെ ഷീൽഡാണ്. His truth protects me. അവിടുത്തെ സത്യങ്ങൾ എന്നെ സംരക്ഷിക്കും. I will not be afraid ഞാൻ ഭയപ്പെടുകയില്ല. of terror by night, രാത്രിയിലെ ഭയം എന്നെ ബാധിക്കുകയില്ല. or the arrow that flies during the day. പകൽ പറക്കുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, No plague will come near me. യാതൊരു പ്ലേഗ്, മഹാമാരി എന്റെ അടുക്കൽ വരികയില്ല. Because He loves me, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് He will give His angels charge over me. എന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. With long life He will satisfy me. ദൈവം എന്നെ ദീർഘായുസ് കൊണ്ട് നിറയ്ക്കും. How can this be part of my life? ഇങ്ങനെ ഉള്ള വലിയ യാഥാർത്ഥ്യങ്ങൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ I എങ്ങനെ can കഴിയും? only experience this if I make God I go under the covering of God. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ നമ്മൾ ശരണം പ്രാപിക്കണം. Can I go under His wings? എനിക്ക് അവിടുത്തെ ചിറകിൻ മറവിൽ ശരണം പ്രാപിക്കാൻ കഴിയുമോ? Where is this secret place? എവിടെയാണ് ഈ രഹസ്യ സങ്കേതം ഇരിക്കുന്നത്? Is that secret place so secret
that you and I don't know about ഈ it? രഹസ്യ സങ്കേതം നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാകും വിധം നിഗൂഢമാണോ? Is there something that God kept it secret that I have to search and find it? ഇത് വളരെ നിഗൂഢമായി ദൈവം അധികം പേർക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തൊരു സ്ഥലമാണോ? Is that what it means? അതാണോ അതിന്റെ അർത്ഥം? Or is it open place where everybody can go in? അതോ ആർക്ക് വേണമെങ്കിലും ഇതിൽ പ്രവേശിക്കാനുള്ള അനുവാദമുള്ള ഒരു സ്ഥലമാണോ? He that dwelleth in the secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തിൽ വസിക്കുന്നവൻ. Let me go back to the Old Testament. പഴയ നിയമത്തിലേക്ക് ഞാനൊന്ന് പോകട്ടെ. In Exodus 25, there is a secret place. പുറപ്പാട് പുസ്തകം 25-ൽ ഒരു രഹസ്യ സ്ഥലമുണ്ട്. In 20 verse 21 and 22. 21ഉം 22ഉം വാക്യങ്ങളിൽ There is a secret place in the tabernacle of Moses. മോശയുടെ സമാഗമന കൂടാരത്തിൽ ഒരു രഹസ്യമായ സ്ഥലമുണ്ട്. What is that secret place? ഏതാണ് ആ രഹസ്യ സ്ഥലം? That place nobody could go in. ആ സ്ഥലത്ത് ആർക്കും പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. Except the high priest. മഹാപുരോഹിതന് മാത്രമേ സാധിക്കൂ. On a holy day. അത് ആ വിശുദ്ധമായ സ്ഥലത്ത് on a set apart day. ഒരു പ്രത്യേക ദിവസത്തിൽ. It was the holiest of holy place. അതിന്റെ പേര് അതിവിശുദ്ധ സ്ഥലം എന്നായിരുന്നു. Where God's presence was always constantly there. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ നിരന്തരമായിട്ടുണ്ടായിരുന്നു. On the day of atonement. ആ മഹാപാപപരിഹാര ബലി ദിവസം. The day of atonement. ആ മഹാദിനത്തിൽ you know the high priest would enter that place. മഹാപുരോഹിതൻ മാത്രം ആ സ്ഥലത്ത് പ്രവേശിക്കും. Once a year. വർഷത്തിലൊരിക്കൽ മാത്രം. Not open for everybody. എല്ലാവർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. The high priest had to prepare himself and be holy before God. ആ ദൈവത്തിന്റെ മുമ്പിൽ തന്നെ ഒരുക്കി വേണമായിരുന്നു താനും പ്രവേശിക്കുവാൻ. Place for one person. ഒരു വ്യക്തിക്ക് മാത്രം അനുവദിക്കപ്പെട്ട സ്ഥലം. The high priest of the community. ആ സമൂഹത്തിന്റെ മഹാപുരോഹിതന് മാത്രം അനുവദിക്കപ്പെട്ട സ്ഥലം. What is the act and the day of atonement? എന്താണ് ഈ മഹാപാപപരിഹാര ബലിദിനമെന്ന് The high ഉദ്ദേശിക്കുന്നത്? priest would enter that place. ഈ മഹാപുരോഹിതന് പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ to sprinkle the blood of animals. ഈ മൃഗത്തിന്റെ രക്തം അവിടെ തളിക്കാനായിട്ട് The lamb that was slain. അറുക്കപ്പെട്ട ആ കുഞ്ഞാടിന്റെ രക്തം അവിടെ So തളിക്കാനായിട്ട് that people will not come under the curse of sin. പാപത്തിന്റെ ശാപത്തിൽ ജനങ്ങൾ ജീവിക്കാതിരിക്കാൻ. And people would have a relationship with God. ദൈവത്തോട് ബന്ധമുള്ളവരായി ജനങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. Holy God വിശുദ്ധനായ ദൈവം needs holy people. വിശുദ്ധരായ ജനത്തെയാണ് സന്ധിക്കുന്നത്. Holy God വിശുദ്ധനായ ദൈവം needs a sanctified people. വിശുദ്ധീകരിക്കപ്പെട്ട ജനത്തെയാണ് സന്ധിക്കുന്നത്. Enter the into the holiest of holy place. അവർക്ക് സാധാരണ ജനത്തിന് ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല. The holy God ഈ വിശുദ്ധനായ ദൈവത്തെ കാണാൻ കഴിയില്ല. unsanctified heart. വിശുദ്ധമല്ലാത്തൊരു ഹൃദയത്തോട് കൂടെ പ്രവേശിക്കാൻ കഴിയില്ല. When the high priest entered that place, ആ മഹാപുരോഹിതൻ ആ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ they would tie a rope on his leg. തന്റെ അരയ്ക്ക് ഒരു വലിയ കയറ് കെട്ടും. And they would have a bell on him. അതിന്റെ ഒരു ബെല്ലുണ്ടാകും. So if he died because of some അവിടെ reason, വെച്ചെങ്ങാനും മരിച്ചാൽ they had to pull the rope so that they could get his body out. തന്റെ ശവശരീരത്തെ കിട്ടാൻ വേണ്ടി പോലും അകത്ത് പ്രവേശിക്കാതെ ആ കയറ് പിടിച്ച് വലിക്കണമായിരുന്നു. Because nobody could enter that place. കാരണം ആർക്കും അവിടെ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു. Nobody can go and see that place. അവിടെ ആർക്കും പോയി കാണാൻ അനുവാദമില്ലായിരുന്നു. So in the Old Testament, പഴയ നിയമത്തിൽ there was a holiest of holy place. അങ്ങനെ അതിവിശുദ്ധമായ ഒരു സ്ഥലമുണ്ടായിരുന്നു. A secret place. രഹസ്യമായ ഒരു സ്ഥലം. Where the public could not go. പൊതുജനത്തിന് പോകാൻ പറ്റാത്ത ഇടം. Even the other priests could not go. മറ്റ് പുരോഹിതന്മാർക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്തവർ. Secret place രഹസ്യമായ ഈ സ്ഥലം of the Most High God അതിവിശുദ്ധനായ ദൈവത്തിന്റെ is a സ്ഥലം. place for one person. ഒരു വ്യക്തിക്ക് മാത്രം അനുവദിക്കപ്പെട്ട സ്ഥലം. Meeting God face to face. ദൈവത്തെ മുഖാമുഖം ദർശിക്കാൻ സാധിക്കുന്ന സ്ഥലം. But when Jesus died on the cross, എന്നാൽ യേശു ക്രൂശിൽ മരിച്ചപ്പോൾ the Bible says the veil was torn into two. ബൈബിൾ പറയുന്നു ഈ തിരശ്ശീല രണ്ടായി കീറി. Inviting everybody എല്ലാ ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് enter the secret place of the Most High God. ഈ അത്യുന്നതനായ ദൈവത്തിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം
കൊടുത്തുകൊണ്ട് Testament believers could not experience it, പഴയ നിയമ വിശ്വാസികൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത but യാഥാർത്ഥ്യം due to the blood of the Lamb, എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം നിമിത്തം by the remission of our sin, പാപമോചനം നിമിത്തം by the death on the cross of Jesus, യേശുവിന്റെ ക്രൂശു മരണം നിമിത്തം I can enter the secret place of the Most High God today. എനിക്ക് അത്യുന്നതനായ ദൈവത്തിന്റെ ഈ രഹസ്യ സങ്കേതത്തിലേക്ക് That പ്രവേശിക്കാൻ is കഴിയും. why we are privileged. നമുക്ക് എത്ര വലിയ പദവിയാണ് തന്നിരിക്കുന്നത്. Things that the Old Testament people did not see, പഴയ നിയമ ജനത്തിന് അനുഭവിക്കാൻ പറ്റാത്ത യാഥാർത്ഥ്യം you and I can experience it today. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാൻ കഴിയും Why എന്നത് എത്ര Psalm വലിയതാണ്. 91 is true? ഞാൻ ഇത് എത്ര സത്യമായ യാഥാർത്ഥ്യമാണ്. Because Jesus died for me. യേശു എനിക്ക് വേണ്ടി മരിച്ചു. Jesus cleansed me from all my sins. യേശു എന്റെ പാപങ്ങൾ കഴുകി. So on this holy day, ഈ വിശുദ്ധമായ in ദിനത്തിൽ this holy event, ഈ വിശുദ്ധമായ സംഭവം in once a year, ഒരു വർഷത്തിൽ മാത്രം നടന്നിരുന്നത് in the holiest place, ഏറ്റവും വിശുദ്ധ സ്ഥലത്ത് one person enters ഒരു വ്യക്തി മാത്രം സന്ദർശിച്ചത് for സ്ഥലം. the remission, for the covering of the sin of the Old Testament saint. അത് പഴയ നിയമ വിശുദ്ധന്മാരുടെ പാപങ്ങളെ മറയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു ശുശ്രൂഷയായിരുന്നു അത്. That was a holy moment before God and before people. ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധമായ ഒരു നിമിഷവും ജനത്തിന്റെ മുമ്പിലും അങ്ങനെ തന്നെയായിരുന്നു. Now where is the secret place today? ഇന്ന് ഈ രഹസ്യ സങ്കേതം എവിടെയാണ്? I want to be in that secret place. എനിക്കും അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. By saying Psalm 91 100 times, 91 സങ്കീർത്തനം 100 പ്രാവശ്യം പറഞ്ഞാൽ you don't enter the secret place. ഈ രഹസ്യ സങ്കേതത്തിൽ പ്രവേശിക്കാൻ You കഴിയില്ല. have to do something ഞാൻ ചില കാര്യങ്ങൾ ചെയ്യണം to enter the secret place. ഈ രഹസ്യ സങ്കേതത്തിലേക്ക് It പ്രവേശിക്കാൻ. is not a physical place today. ഇത് ഒരു ഫിസിക്കലായ ഭൗതികമായ ഒരു In സ്ഥലമല്ല. the Old Testament it was physical. പഴയ നിയമത്തിൽ ഇതൊരു പ്രത്യേക ഇടമായിരുന്നു. In Solomon's temple it was physical. ശലോമോന്റെ ദേവാലയത്തിൽ അതൊരു പ്രത്യേക But ഇടമായിരുന്നു. today എന്നാൽ ഇന്ന് the secret place ഈ രഹസ്യ is സങ്കേതം a spiritual place. ഇതൊരു ആത്മീയ സ്ഥലമാണ്. Only one will enter. ഒരു വ്യക്തിക്ക് അത് പ്രവേശിക്കാൻ കഴിയുന്ന It സ്ഥലം. is a separate place. ഇത് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട സ്ഥലം. It is a place you have put apart everything else that is in your life. മറ്റുള്ള എല്ലാറ്റിൽ നിന്നും വേർപെട്ട് നിങ്ങൾ പ്രവേശിക്കുന്ന സ്ഥലം. Few months before, ചില മാസങ്ങൾക്ക് മുൻപ് somebody called me ആരോ എന്നെ വിളിച്ചു. and asked me how whether I was with my son, so whether you're going to settle in the United States. ഞാൻ എന്റെ മകനോടൊപ്പം ആയിരുന്നു. ഇനി അമേരിക്കയിൽ തന്നെ അങ്ങ് താമസിക്കുമോ എന്ന് ചോദിച്ചു. I said no way. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. You know why? എന്തുകൊണ്ടാണെന്ന് I അറിയാമോ? said this is a desert place. ഇതെനിക്ക് മരുഭൂമി പോലെയാണ്. I don't know why I said that. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. But I said this is a desert place. ഞാൻ പറഞ്ഞു ഇത് മരുഭൂമിക്ക് സമാനമാണ് എനിക്ക്. But then I realized എന്നിട്ട് ഞാൻ there മനസ്സിലാക്കി was something good in that desert place. അവിടെ ചില നല്ല കാര്യങ്ങളുണ്ടെന്ന്. I have never read the Bible as much as I read in the States because there was no public meeting that I was going to. എനിക്ക് പബ്ലിക് മീറ്റിങ്ങുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് മറ്റൊരു സമയത്തും വായിക്കാത്ത പോലെ ബൈബിൾ പല ആവർത്തി വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. All my meetings were online. എന്റെ മീറ്റിങ്ങുകൾ എല്ലാം ഓൺലൈൻ ആയിരുന്നു. It would be day in India. ഇന്ത്യയിലെ പകലായിരിക്കുമ്പോൾ And during the day there is no phone call because everybody is sleeping here. ഇവിടെ ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉറക്കമായിരിക്കും. And I began to read the Bible. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. And more and more I read the Bible. കൂടുതൽ ബൈബിൾ വായിക്കും തോറും I realized that I know nothing. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എനിക്ക് ബൈബിളിൽ നിന്നൊന്നും I അറിയില്ല. got a feeling that I do not know things from the Bible. എനിക്ക് ബൈബിളിലെ പല കാര്യങ്ങളും എനിക്ക് അറിയില്ല. I read the book of Daniel many times. ദാനിയേലിന്റെ പുസ്തകം പല പ്രാവശ്യം വായിച്ചു. But this time, എന്നാൽ ഈ പ്രത്യേക when I പ്രാവശ്യം began to pray the whole day, ഞാൻ ആ ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് when not one day, several days, ഒരുപാട് ദിനങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. because everybody is sleeping in India. കാരണം ഇന്ത്യയിൽ എല്ലാവരും ഉറക്കം എന്നെ ആരും വിളിക്കുന്നില്ല. My day would start at 4:30 a.m. 4:30 എന്റെ ദിവസം ആരംഭിക്കും. I would start reading God's word. ഞാൻ ദൈവവചനം വായിക്കും. Then I would have some meetings. എന്നിട്ട് ചില മീറ്റിംഗുകളിൽ കയറും. Online. ഓൺലൈൻ Then മീറ്റിംഗുകളിൽ again I would start reading. പിന്നെ ഞാൻ വായിക്കും. I spent days praying the whole day. ദിവസങ്ങളോളം അങ്ങനെ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. And something happened. ചില കാര്യങ്ങൾ എന്നിൽ സംഭവിച്ചു. Things I did not see before suddenly started erupting from the Bible. ഞാൻ അതുവരെ കാണാത്ത ചില സത്യങ്ങൾ ബൈബിളിൽ നിന്ന് എനിക്ക് വ്യക്തമായി തെളിവായി വെളിപ്പെട്ടു വന്നു.
Probably the secret place എന്നാൽ ഒരുപക്ഷെ ഈ രഹസ്യ സങ്കേതം is a place where you are not distracted. അത് നമുക്ക് മറ്റ് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ ഇരിക്കുന്ന A സ്ഥലമാണ്. desert place ഒരു മരുഭൂമിയിലായിരിക്കും. where you don't have entertainment. മറ്റ് യാതൊരു എന്റർടൈൻമെന്റുകളും നമ്മളെ You സന്തോഷിപ്പിക്കുന്ന don't have the option of pressing your remote to put the television on. ടെലിവിഷനോ മറ്റ് ടെക്നോളജിയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും ഈ രഹസ്യ A സങ്കേതം. desert place ഒരു മരുഭൂമിക്ക് സമാനമായ is not a സ്ഥലം, comfortable place. വളരെ രസകരമായ കംഫർട്ടബിൾ ആയ ഒരു But സ്ഥലമൊന്നും one thing ആയിരിക്കില്ല. I know in a desert place, ഒരു കാര്യം എനിക്കറിയാം, our ears are open to his voice. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ചെവികൾ ദൈവശബ്ദത്തിനായി തുറന്നിരിക്കും. And I began to realize. ഞാൻ മനസ്സിലാക്കി, So the moment I saw this, ഞാൻ ഇത് കണ്ടപ്പോൾ I started searching where all the secret places mentioned in the Bible. എവിടെയൊക്കെയാണ് ഈ രഹസ്യ സ്ഥലം, ഈ രഹസ്യ സങ്കേതത്തെ കുറിച്ച് Very ബൈബിൾ interesting. രേഖപ്പെടുത്തുന്നത്. Several places the word secret place is used. ബൈബിളിൽ അങ്ങനെ എനിക്ക് മനസ്സിലായി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ രഹസ്യ സങ്കേതത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. For me, that desert became the most enriching time spiritually. എന്നാ എന്റെ മരുഭൂമിക്ക് സമാനമായ എന്റെ അനുഭവം എന്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ അനുഗ്രഹിക്കുന്ന ഒരു സമയമായി തീർന്നു. So what is the secret place? എന്താണ് ഈ രഹസ്യ സ്ഥലം? A place where you separate yourself towards God. ദൈവത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിക്കുന്ന സമയം അല്ലെങ്കിൽ സ്ഥലം. Total secret place. സമ്പൂർണമായി രഹസ്യമായിട്ടുള്ള സ്ഥലം. Totally cutting yourself apart from the things that are entangling you. നിങ്ങളെ ബാധിക്കുന്ന എല്ലാ തിരക്കുകളിൽ നിന്നും നിങ്ങൾ വേറിട്ടിരിക്കുന്ന സമയം, സ്ഥലം. Getting out of the things of the world. ലോകത്തിലെ എല്ലാ കാര്യങ്ങളിലും വ്യാപൃതനായിരിക്കുന്ന, അതിൽ നിന്ന് മാറി നിൽക്കുന്ന. ഇന്ത്യയിൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അത്ഭുതം തോന്നി. Because every day, every moment there are phone calls from the church. കാരണം എപ്പോഴും ഫോൺ കോളുകളാണ് ചർച്ചിൽ നിന്ന്. When I realized ഞാൻ മനസ്സിലാക്കി that I had to take an intentional decision to do it. മനഃപൂർവമായിട്ട് അങ്ങനെ ചെയ്യാൻ ഒരു തീരുമാനമെടുത്തെങ്കിലേ നടക്കൂ. You and I have the power to take decisions. നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയുണ്ട്. That I can prioritize to say I need to spend time in the presence of the Lord. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ സമയം ചെലവഴിച്ചേ മതിയാകൂ, അതുകൊണ്ട് ഞാൻ അതിനായി സമയം വേർതിരിക്കണം. To separate yourself out. അതിനെ തന്നെ വേർതിരിക്കാനായിട്ട്, Apart from the world. ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്ന Apart from സമയം, the things that you're doing. നമ്മൾ ചെയ്യുന്ന സാധാരണ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. Even the things that you're doing for God. ദൈവത്തിന് വേണ്ടി ആണെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന്, Even the ministry. ശുശ്രൂഷയാണെങ്കിൽ പോലും You need to get out. അതിൽ നിന്ന് മാറി. And if you don't meet God, ദൈവത്തെ നിങ്ങൾ സന്ധിക്കുന്നില്ലെങ്കിൽ how are you going to minister to God's people? ദൈവജനത്തിന് എങ്ങനെ ശുശ്രൂഷ ചെയ്യും? You know, you can have the secret place anywhere in the world. ലോകത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ രഹസ്യ സങ്കേതത്തിലേക്ക് പ്രവേശിക്കാം. It is a place where only you and God will be communing. നിങ്ങളെന്ന വ്യക്തിയും ദൈവവും മാത്രമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന ഒരു സമയമാണത്. This is the place which is the most important place for you and me as believers. നിങ്ങൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. So I began to think. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. I said, what was Moses doing 40 days on the top? ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, 40 രാവും 40 പകലും പർവ്വതത്തിൽ മോശ എന്താ You ചെയ്തോണ്ടിരുന്നത്? try 3 days and see what happens. 3 ദിവസം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി എന്ത് After the സംഭവിക്കുന്നറിയാം. 3rd day, you will search for your phone. 3 ദിവസം കഴിഞ്ഞാൽ ഫോൺ എടുക്കാൻ നോക്കും. I know people who go for a holiday with their family. ഈ ചില വ്യക്തികള് ഹോളിഡേക്കോ കുടുംബത്തോടൊപ്പം യാത്ര Day ചെയ്യും. 1, day 2, day 3, they become very impatient. 1-2 ദിവസങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കടന്നു. 3-ാം ദിവസം ആവുമ്പോൾ ആവപ്പാടെ വെപ്രാളാണ്. We are now so caught up in our work. നമ്മുടെ ജോലി തിരക്കുകളുടെ നടുക്ക് കെട്ടപ്പെട്ടിരിക്കുകയാണ്. And the word busy is so
so popular today. ബിസി എന്ന വാക്ക് അത് വളരെ പ്രശസ്തമാണ്. Everybody likes to say I'm busy. എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര തിരക്കാണെന്ന് പറയാം. But I think there is time that you need to cut yourself out of that busyness. ആ തിരക്കിൽ നിന്ന് നമ്മൾ ഒന്ന് മാറി നിൽക്കണം ചില സമയങ്ങളിൽ. And spend time with God. ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കണം. Dwell in the secret place. ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തിൽ So വസിക്കണം. what happens in the secret place? എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ As I രഹസ്യ said സ്ഥലത്ത്? to you, there is only one. There's place for only one person. ഈ സ്ഥലം ഒരു വ്യക്തിക്ക് മാത്രം അനുവദിക്കപ്പെട്ട സ്ഥലമാണ്. You and God. നിങ്ങളും ദൈവവും മാത്രം. How many times as Christians and believers we spend time just you and God? നിങ്ങൾ എന്ന വ്യക്തിയും ദൈവവുമായിട്ട് അങ്ങനെ വേറിട്ട് എത്ര സമയങ്ങൾ നമ്മൾ ചെലവഴിക്കാറുണ്ട്? 3 things happen. 3 കാര്യങ്ങൾ നടന്നു. ഒന്ന്, When Moses was on the top of the mountain, മോശ പർവ്വതത്തിന്റെ മുകളിലായിരുന്നപ്പോൾ he found God's presence. ദൈവ സാന്നിധ്യത്തെ താൻ കണ്ടെത്തി. Amen. ആമേൻ. He found God's presence. ദൈവ സാന്നിധ്യത്തെ കണ്ടെത്തി. I always wonder how you can spend 40 days on a mountain top, okay, doing nothing. ഒന്നും ചെയ്യാതെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ 40 രാവ് 40 പകൽ എങ്ങനെ ചെലവഴിക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. And again I read Moses actually. വീണ്ടും വീണ്ടും ഞാൻ മോശയെ കുറിച്ച് വായിച്ചു. Not sure whether this is written by Moses. ഇത് മോശ തന്നെയാണോ എഴുതിയതെന്ന് പോലും ഉറപ്പില്ല. But he experienced God's presence. ഒരു കാര്യം ഉറപ്പാണ്, താൻ ദൈവ സാന്നിധ്യം ശരിക്കും Right? അനുഭവിച്ചു. At one point, ഒരു പ്രത്യേക സമയത്ത് he made God said he will pass by and you can't see my face. ദൈവം പറഞ്ഞു, ഞാൻ ഇങ്ങനെ കടന്നു പോകും, നിനക്ക് എന്റെ മുഖം കാണാൻ പറ്റില്ല. So he hid in the cleft of a rock. പാറയുടെ പിളർപ്പിൽ താൻ ഇങ്ങനെ മറഞ്ഞിരുന്നു. And God put his hand there. ദൈവം തന്റെ കൈ കൊണ്ട് മറച്ചു ആ ഭാഗം. And he saw God and lived. ദൈവത്തെ കണ്ട് താൻ ജീവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. Right? You see God, you will die. ദൈവത്തെ കണ്ടാൽ മരിക്കും എന്നുള്ളതാണ്. But Moses saw God and lived. മോശ ദൈവത്തെ കണ്ട് ജീവിച്ചു എന്നതാണ് സത്യം. He heard the voice of God. ദൈവ ശബ്ദം താൻ കേട്ടു. In the secret place. രഹസ്യമായി ഈ How സ്ഥലത്ത്. do I know I am in the secret place? അങ്ങനെ എനിക്കറിയാൻ പറ്റും, ഞാൻ I feel God's presence. ദൈവ സാന്നിധ്യം ഉള്ളിടത്ത്. Second, I hear his voice. ദൈവ ശബ്ദം കേൾക്കുന്ന ഇടം ആ And രഹസ്യ the സ്ഥലമാണ്. third thing that you see in Moses' life, മോശയുടെ ജീവിതത്തിൽ കാണുന്ന he മൂന്നാമത്തെ saw കാര്യം God's glory. ദൈവത്തിന്റെ മഹത്വം താൻ കണ്ടു എന്നുള്ളതാണ്. So much so that when he came down, people could not look at his face because the glory of God was shining on his face. തിരിച്ചു താൻ ഇറങ്ങി വന്നപ്പോ തന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും ആളുകൾക്ക് പ്രയാസമായിരുന്നു. അത്രമാത്രം ദൈവ മഹത്വത്താല് If you തന്റെ and മുഖം I പ്രകാശിച്ചു. spend time in the secret place ഈ അത്യുന്നതനായ ദൈവത്തിന്റെ ഈ മറവിടത്തിൽ നിങ്ങൾ ഇരിക്കുമെങ്കിൽ, of the Most High God, ഈ അത്യുന്നതനായ ദൈവത്തിന്റെ you മറവിടത്തിൽ will experience his presence. ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കും. You will hear his voice. തന്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. You will see his glory. അവിടുത്തെ മഹത്വം നിങ്ങൾ And കാണും. when we stand before God's people, ദൈവജനത്തിന്റെ മുമ്പാകെ നമ്മൾ the നിൽക്കുമ്പോൾ manifestation of the power of God ദൈവശക്തിയുടെ ഒരു പ്രവാഹം, and the manifestation of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം, and the glory of God ദൈവ മഹത്വം will be seen. അത് കാണാൻ കഴിയും. Where do we receive this? എവിടെയാണ് നമ്മൾ ഇത് കാണുന്നത്? We receive it in the presence of the Lord. എവിടെയാണ് ഇത് നമ്മൾ പ്രാപിക്കുന്നത്? ഇത് ദൈവ സന്നിധിയിൽ നിന്നാണ് നമ്മൾ Now പ്രാപിക്കുന്നത്. Jesus did this. യേശു ഇത് ചെയ്തു. It is not only Moses. മോശ മാത്രമല്ല, Look at Jesus. യേശുവിനെ നോക്കൂ. Somebody read for me. ആരെങ്കിലും വായിക്കാമോ? Mark 1:35. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. Mark 1:35. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം In the 35-ാമത്തെ വാക്യം. morning. In the morning. പ്രഭാതത്തിൽ Rising up a great while before day, he went out, departed into a solitary place. അധികാലത്ത് കർത്താവ് എഴുന്നേറ്റ് ഏകാന്തമായ ഒരു സ്ഥലത്ത് കടന്നുപോയി. Where did Jesus receive his power? എവിടെ നിന്നാണ് യേശു തന്റെ ശക്തി കണ്ടെത്തിയത്? In the secret place. ഈ രഹസ്യ സ്ഥലത്ത്, ഈ Early in the morning. അധികാലത്ത്. When disciples did not get up.
ശിഷ്യന്മാർ എഴുന്നേൽക്കാതിരുന്ന സമയത്ത്, when people were not there, ആരും ഇല്ലാതിരുന്ന, തിരക്കില്ലാതിരുന്ന in the സമയത്ത്, midst of darkness, ഇരുട്ടുള്ളപ്പോൾ തന്നെ he went to a solitary place, ഏകാന്തമായ ഒരു സ്ഥലത്ത് വേറിട്ട് പോയി. and there he prayed. അവിടെ താൻ പ്രാർത്ഥിച്ചു. This is the secret place. ഇതാണ് ഈ രഹസ്യ സ്ഥലം. Where did Jesus receive the power? എവിടെ നിന്നാണ് യേശുവിന് ശക്തി പ്രാപിച്ചത്? He communed with God the Father. പിതാവായ ദൈവത്തോടുള്ള കൂട്ടായ്മയിലായിരുന്നു. Secret place. ആ രഹസ്യ സ്ഥലത്തായിരുന്നു. If Jesus had to do it, യേശു അത് the ചെയ്യണമായിരുന്നെങ്കിൽ, Son of God had to do it. ദൈവപുത്രൻ അത് How ചെയ്യണമായിരുന്നുവെങ്കിൽ, much more you and I need this today? എത്രമാത്രം നമ്മൾ ഓരോരുത്തരും ഇത് ചെയ്യണം. You want Psalm 91 to come into your life? സങ്കീർത്തനം 91 അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ You വരണമെങ്കിൽ, want Psalm 91 to be applicable in your children's life? സങ്കീർത്തനം 91 നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഫലകരമാകണമെങ്കിൽ, In your family life? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, You want healing in your body? നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം വേണമെങ്കിൽ, You don't want sickness to touch you? രോഗങ്ങൾ നിങ്ങളെ You ബാധിക്കാതിരിക്കണമെങ്കിൽ, want God's protection over your life? ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങൾക്ക് വേണമെങ്കിൽ, You want God's protection over your ministry? നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മേൽ ദൈവത്തിന്റെ സാന്നിധ്യം It ഉണ്ടാകണമെങ്കിൽ, doesn't matter which government will rule. ഏത് ഗവൺമെന്റും ഭരിക്കട്ടെ, It doesn't matter which government will rule. ഏത് ഗവൺമെന്റും ഭരണം നടത്തട്ടെ, I learned to hide under the shadow of the Almighty. അത്യുന്നതനായ Nobody can touch me. ദൈവത്തിന്റെ മറവിടത്തിൽ ഞാൻ വസിച്ചാൽ ആർക്കും എന്നെ സ്പർശിക്കാൻ കഴിയില്ല. Back to the book of Daniel. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരൂ. Daniel lived under Nebuchadnezzar. ദാനിയേൽ നെബൂഖദ്നേസർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജീവിച്ചത്. Daniel was plucked out from his country. തന്റെ രാജ്യത്ത് നിന്ന് തന്നെ പറിച്ചു മാറ്റിയതാണ്. His parents were back behind there. തന്റെ മാതാപിതാക്കൾ തന്റെ രാജ്യത്തുണ്ട്. The Bible tells that Nebuchadnezzar killed people back in Jerusalem. നെബൂഖദ്നേസർ അനേകരെ കൊന്നുകളഞ്ഞു ജെറുസലേമിൽ. You know, when you look at Daniel's life, ദാനിയേലിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ what was the secret of his power? Do you know തന്റെ that? ശക്തിയുടെ രഹസ്യം എന്തായിരുന്നു? They tried to nail him down because of that. തന്നെ ക്രൂശിക്കാനായിട്ട് Tell me, what പ്രയാസപ്പെടുത്താൻ did നോക്കി. Daniel do? എന്താ What താൻ did Daniel ചെയ്തത്? do? ദാനിയേൽ എന്താ ചെയ്തത്? He opened the windows താന് കിളിവാതിലുകൾ തുറന്ന് and he prayed. താൻ പ്രാർത്ഥിച്ചു. Daniel knew ദാനിയേലിന് അറിയാമായിരുന്നു the secret of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ രഹസ്യ സങ്കേതം എവിടെയാണെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. Doesn't matter who is ruling. ആരും ഭരിക്കട്ടെ, ആരും ഭരിക്കുന്ന പ്രശ്നമല്ല. Nebuchadnezzar is ruling. നെബൂഖദ്നേസറാണ് ഇപ്പോൾ ഭരിക്കുന്നത്. Belshazzar is ruling. ബെൽഷസ്സറാണ് ഭരിക്കുന്നത്. Darius is ruling. ദാരിവേശാണ് ഭരിക്കുന്നത്. Cyrus is ruling. സൈറസ് ആണ് ഭരിക്കുന്നത്. Daniel lived to see 4 kings. 4 രാജാക്കന്മാരുടെ ഭരണകാലങ്ങൾ താൻ കണ്ടു. He lived beyond. അതിനപ്പുറത്തേക്ക് ജീവിക്കാൻ എനിക്ക് Our ഭാഗ്യം life ലഭിച്ചു. is in God's hand. തന്റെ ജീവിതം ദൈവത്തിന്റെ കരങ്ങളിലായിരുന്നു. Jezebel told Elijah, ജെസബേൽ എലിയാവിനോട് പറഞ്ഞു, tomorrow within 24 hours I'll finish you off. 24 മണിക്കൂറിനുള്ളിൽ ഞാൻ നിന്നെ തീർക്കുമെന്ന്. But the Bible tells me in 2 Kings 2 chapter 2, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, Elijah did not die. എലീജ ഒന്നും മരിച്ചില്ല. The chariots of fire came and took Elijah home. ഏലിയാവ് മരിച്ചതേ ഇല്ല. ഈ അഗ്നിരഥങ്ങളിൽ ഒന്ന് തന്നെ Our എടുത്തുകൊണ്ടുപോയി. life is in God's hand. നമ്മുടെ ജീവിതം ദൈവത്തിന്റെ Psalm കരങ്ങളിലാണ്. 91 says, if I trust the Lord, സങ്കീർത്തനം 91 പറഞ്ഞു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ nothing will happen to us ഒന്നും നമുക്ക് സംഭവിക്കുകയില്ല without God's permission. ദൈവത്തിന്റെ അനുവാദം കൂടാതെ. If something happens to us, നമുക്ക് എന്തെങ്കിലും we സംഭവിക്കുന്നുണ്ടെങ്കിൽ need to ask God, God, what are you trying to tell me? ദൈവത്തോട് ചോദിക്കുക, എന്താണ് അങ്ങ് എന്നോട് പറയുന്നതെന്ന്. We are so busy today. ഇന്ന് നമ്മൾ ഒത്തിരി തിരക്കാണ്. We have no time to listen to God. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സമയമില്ല. Experience God's presence. ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കൂ. Hear His voice. ദൈവ ശബ്ദം കേൾക്കൂ. Experience the glory of God. ദൈവ മഹത്വം And അനുഭവിക്കൂ. I challenge you and I want to tell you today, see whether your family and your children will not be changed. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയില്ലെങ്കിൽ. Another place I saw the secret place. മറ്റൊരു സ്ഥലത്ത് ഈ രഹസ്യ സങ്കേതം ഞാൻ കണ്ടത്. Psalm 27 says secret place. സങ്കീർത്തനം 27 You know, there also it is mentioned. അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു. The secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ ഈ രഹസ്യ സങ്കേതം. We all need to learn to go into the wilderness. നമ്മൾ എല്ലാവരും ഈ മരുഭൂമിയിലേക്ക് പോകാൻ മനസ്സ് വെക്കണം.
You know, Psalm 27 says, സങ്കീർത്തനം 27 പറയുന്നു, God will reveal himself to those who seek him. തന്നെ അന്വേഷിക്കുന്നവർ കണ്ടെത്തുമെന്നാണ്. You begin to get hidden treasures from God's word when you begin to seek him in the secret place. ഈ രഹസ്യ സങ്കേതങ്ങളിൽ നമ്മൾ അഭയം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവവചനത്തിലെ വളരെ വിലയേറിയ മുത്തുകളെ കണ്ടെത്താൻ നിങ്ങളെ ദൈവം സഹായിക്കും. So what do I do in the secret place? അവിടെ ഞാൻ എന്താണ് ചെയ്യുന്നത്? In the secret place, ആ രഹസ്യ സ്ഥലത്ത് I begin to read God's word. ദൈവവചനം ഞാൻ വായിക്കും. I begin to study God's word. ദൈവവചനം ഞാൻ പഠിക്കാൻ ശ്രമിക്കും. The treasures of God's revelation will pop up from the Bible. ദൈവവചനത്തിന്റെ സത്യങ്ങളുടെ വെളിപ്പാടുകൾ പെട്ടെന്ന് എന്റെ മുമ്പിലേക്ക് വെളിപ്പെട്ട് വരും. You begin to pray and seek God for direction. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ പോകേണ്ട ദിശയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ God, grow close to God. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ വരൂ. And stand still and know that he is God. നിശബ്ദനായി ഇരുന്ന് ദൈവത്തിന്റെ മഹത്വം കാണൂ. I always pray. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. If Elisha could hear what the king was saying in his palace, why can't you and I hear things that I don't hear with my natural eyes? Natural ears. എലീശായിക്ക് രാജാവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുമെങ്കിൽ നമ്മുടെ സ്വാഭാവിക കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തുകൊണ്ട്? Can God reveal it to me? ദൈവത്തിന് അത് വെളിപ്പെടുത്തി തരാൻ കഴിയുമോ? Can God reveal what's going to happen? എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തി തരാൻ പറ്റുമോ? Daniel not only went history part, you will see the second part of the book of Daniel, he began to talk about even resurrection of the dead. നോക്കിക്കോ, ദാനിയേലിന്റെ രണ്ടാം പകുതിയിൽ പുനരുത്ഥാനത്തെ കുറിച്ച് പോലും സംസാരിക്കാനായിട്ട് താൻ തുടങ്ങി. വെളിപ്പാട്, revelation from God's word. ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിപ്പാടുകളാണ്. Ability to hear God. ദൈവ ശബ്ദം നമ്മൾ കേൾക്കണം. Not with your natural ears. സ്വാഭാവികമായ ചെവി കൊണ്ടല്ല, with your spiritual ears. നാം നിങ്ങളുടെ ആത്മീയ ചെവികൾ കൊണ്ട്. We are spiritual people. കാരണം നമ്മൾ ആത്മീയരാണ്. Spiritual ears has to be opened. സ്പിരിച്വൽ ആത്മീയമായ കാതുകൾ തുളയ്ക്കണം. Spiritual eyes should be opened. നമ്മുടെ ആത്മീയ കണ്ണുകൾ, ഹൃദയത്തിന്റെ ദൃഷ്ടികൾ പ്രകാശിക്കണം. If Daniel could experience in the Old Testament, പഴയ നിയമത്തിൽ ദാനിയേലിന് അത് അനുഭവിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, today we have the baptism of the Holy Spirit. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള നമുക്ക്. Why is it that we are not able to hear today? എന്തുകൊണ്ടാണ് ദൈവശബ്ദം കേൾക്കാൻ കഴിയാത്തത്? Why was Daniel successful? എന്തുകൊണ്ടാണ് ദാനിയേൽ ഇക്കാര്യത്തിൽ വിജയിയായത്? Because he sought the Lord with a sincere heart. വളരെ പരമാർത്ഥതയോടെ ദൈവമുഖം അന്വേഷിച്ചു എന്നുള്ളതാണ്. You begin to have a deeper relationship with God. ദൈവവുമായിട്ട് ആഴമേറിയ ബന്ധത്തിൽ നമ്മളായിരിക്കണം. Your spiritual life will be sustained. നിങ്ങളുടെ ആത്മീയ ജീവിതം നിലനിന്ന് ഫലം കായ്ക്കും. But the question today is, are you willing to spend time alone with God? ദൈവത്തോടൊപ്പം ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നതാണ് ചോദ്യം. You have to take a decision. നിങ്ങൾ വ്യക്തിപരമായ ഒരു തീരുമാനമെടുക്കണം. As I began to do this, ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ I began to learn more and more. ഒരുപാട് സത്യങ്ങൾ ഞാൻ പഠിക്കാൻ തുടങ്ങി. And I began to enjoy what I was doing. ഞാൻ അതിൽ സന്തോഷിക്കാനായിട്ട് തുടങ്ങി. 20 minutes break between two meetings. രണ്ട് മീറ്റിംഗിന്റെ ഇടയിൽ എനിക്ക് ലഭിക്കുന്ന 20 മിനിറ്റ് ബ്രേക്ക് സമയത്ത് I will go back to the Bible. ദൈവവചനത്തിലേക്ക് ഞാൻ പിന്നെയും പോകും. And I will start reading. ഞാൻ വായിക്കാൻ തുടങ്ങി. I enjoyed it. അതെനിക്ക് വളരെ ഇഷ്ടമായി Then തോന്നി. I began to realize. എന്നിട്ട് ഞാൻ മനസ്സിലാക്കി, Moses enjoyed God's presence. Food, water, everything he forgot because he was enjoying God's presence. ഭക്ഷണവും വെള്ളവും എല്ലാത്തിന്റെ കാര്യവും താൻ മറന്നുപോയി. കാരണം ദൈവ സാന്നിധ്യത്തിൽ താൻ സന്തോഷിച്ചു കൊണ്ടിരുന്നു. Secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടമാണ് ഇതാണ്. There are some things we need to realize. ചില കാര്യങ്ങൾ നമ്മൾ ശരിയായി ഗ്രഹിക്കണം. Can you have 27 verse 4 and 5? 27 സങ്കീർത്തനത്തിന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. All right. It says here. അവിടെ പറയുന്നു, Who's writing this? ആരാ ഇത് എഴുതുന്നത്? David is writing. So here's another person.
ഇത് മറ്റൊരു വ്യക്തിയാണ്, who enjoyed the secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തെ ആസ്വദിച്ച് അതിൽ സന്തോഷിച്ച രണ്ടാമത്തെ വ്യക്തി. He knew what it means to be in the presence of the Lord. ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, വസിക്കുന്നത് എന്താണെന്നുള്ള അർത്ഥം He said, ഗ്രഹിച്ചിരുന്നു. one thing I desire. ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, Just one thing I want. ഒരു കാര്യം മാത്രം അപേക്ഷിക്കുന്നുവെങ്കിൽ That I will go after now. ഞാൻ അതിനു വേണ്ടി തന്നെ പോകും. To dwell in the house of the Lord. യഹോവയുടെ മനോഹരത്വം All the days of my life. എന്റെ ജീവകാലമൊക്കെയും. And to behold his beauty. തന്റെ ഈ മനോഹരത്വം കണ്ടുകൊണ്ട് ആലയത്തിൽ വസിപ്പാൻ. To inquire, seek, understand what God is saying. ദൈവം പറയുന്നത് എന്താണ് അത് അന്വേഷിച്ച് കണ്ടെത്തി. For in the time of trouble, പ്രയാസകാലങ്ങളിൽ he will hide me. അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും. In the secret place of the tabernacle, തന്റെ കൂടാരത്തിൽ തിരുനിവാസത്തിന്റെ മറവിൽ he will hide me. എന്നെ മറയ്ക്കും. He shall set me high upon a rock. പാറമേൽ എന്നെ ഉയർത്തും. In verse 8, എട്ടാമത്തെ വാക്യത്തിൽ. and then we'll read verse 10. അതിനുശേഷം 10ാമത്തെ വാക്യം. എന്റെ മുഖം അന്വേഷിപ്പിൻ എന്ന് നിങ്ങൾ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ എന്റെ മുഖം അന്വേഷിക്കുന്നു. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. I don't know why David said this. എന്തുകൊണ്ടാണ് അപ്പനും അമ്മയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞെന്ന് എനിക്ക് അറിയില്ല. Maybe something happened in his life. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായി കാണും. Or maybe it happened before. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ എപ്പോഴും അങ്ങനെ സംഭവിച്ചിരിക്കാം. Before he became a king. താൻ രാജാവാകുന്നതിന് മുമ്പുള്ള Because if സംഭവമായിരിക്കാം. you look at when Samuel went to their house, ശമൂവേൽ തന്നെ ഭവനത്തിൽ പോയപ്പോൾ father didn't even call this guy. ഈ വ്യക്തിയെ ദാവീദിനെ വിളിച്ചു പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. You understand? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. Maybe he experienced rejection. ഒരുപക്ഷെ That's what David did. ദാവീദ് ഇതാണ് ചെയ്തത്. He overcame rejection of his parents തന്റെ മാതാപിതാക്കളുടെ അവഗണനയെ അതിജീവിച്ച് by anchoring to God the Father. പിതാവായ ദൈവത്തിൽ നങ്കൂരമിട്ടു. God the Father. ദൈവത്തിൽ, പിതാവായ ദൈവത്തിൽ He learned. താനത് പഠിച്ചു. The secret place is the solution for the healing of his heart. തന്റെ ഹൃദയത്തിന്റെ സൗഖ്യം കിട്ടാനുള്ള രഹസ്യ സ്ഥലം ഈ രഹസ്യ സ്ഥലമാണ്. One more scripture. ഒരു ഭാഗം കൂടെ. Let's read the last 2 verses. അവസാനത്തെ 2 വാക്യങ്ങൾ കൂടെ. 27 സങ്കീർത്തനത്തിന്റെ. 13 14 വാക്യങ്ങൾ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയുടെ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. Read the second last verse again. 13ാമത്തെ വാക്യം വായിച്ച്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. 1 minute. What does he say? എന്താണ് പറയുന്നത്? Read it again. വീണ്ടും വായിക്കാമോ? ശ്രദ്ധിക്കൂ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ believe. വിശ്വസിക്കുക. This is the key. ഇതൊരു താക്കോലാണ്. You believe, നീ വിശ്വസിക്കുന്നുവോ? you will see. എന്നാ കാണും. When Moses was in the desert with the people, മോശ മരുഭൂമിയിൽ ജനങ്ങളോടൊപ്പമായിരുന്നപ്പോൾ snakes were biting the people and people were dying. പാമ്പുകള് ആളുകളെ കടിക്കാൻ തുടങ്ങി, ആളുകൾ മരിക്കാനും തുടങ്ങി. God spoke to Moses. ദൈവം മോശയോട് സംസാരിച്ചു. Put a form of a snake on a rod. ഈ താമ്രസർപ്പത്തെ ഉണ്ടാക്കി ഈ കമ്പിന്മേൽ കെട്ടി ഉയർത്തിപ്പിടിക്കാൻ പറഞ്ഞു. Put it on a place high up. അത് ഉയർത്തിപ്പിടിക്കാനായിട്ട് പറഞ്ഞു. And everybody എല്ലാവരും who was bitten by a snake, ഈ പാമ്പിന്റെ കടിയേറ്റ എല്ലാവരും who was supposed to die, മരിക്കാൻ വിധിക്കപ്പെട്ടവർ, when they gazed on that, ഈ ഉയർത്തിയ താമ്രസർപ്പത്തെ നോക്കിയപ്പോൾ അവർ ജീവിച്ചു. what is the answer there? അവിടെ എന്താ ഉത്തരം? They believed. അവര് വിശ്വസിച്ചു എന്നുള്ളതാണ്. Nicodemus believed. നിക്കോദീമസ് വിശ്വസിച്ചു. By faith, when you believe, വിശ്വാസത്താൽ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ you will see. നിങ്ങൾ കാണും. You will see. നിങ്ങൾ കാണും.
in the secret place of the Most High God, അത്യുന്നതനായ ദൈവത്തിന്റെ ഈ മറവിടം, your faith will arise. നിങ്ങൾ ആ മറവിടത്തിൽ നിങ്ങളുടെ To see വിശ്വാസത്തിന് the വർധനവുണ്ടാവും. things that has never happened in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിക്കാത്തത് സംഭവിക്കും. To see answers to your prayer. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കും. Enter the secret place of the Most High God. ഈ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തിലേക്ക് പ്രവേശിക്കൂ. I come back to Psalm 91. സങ്കീർത്തനം 91ലേക്ക് ഞാൻ മടങ്ങി വരുന്നു. He who dwells, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തിൽ stay, വസിക്കുന്നവർ, dwell വസിക്കുന്നവർ in the secret place of the Most High God. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിടത്തിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. Abide in the shadow of the Almighty. മറവിടത്തിൽ മറയ്ക്കുന്നവൻ. No enemy can touch us. അവരെ ആർക്കും സ്പർശിക്കാൻ കഴിയില്ല, ഒരു ശത്രുവിനും തൊടാൻ പറ്റില്ല. The secret place is not a physical place. ഈ രഹസ്യ സ്ഥലം ഒരു ഫിസിക്കലായ ഭൗതികമായ ഒരു സ്ഥലമല്ല, ഒരു ഇടമല്ല. It is a spiritual place ഇതൊരു ആത്മീയമായ സ്ഥലമാണ്. where all of us can enter today. നമുക്ക് എല്ലാവർക്കും ഇതിൽ പ്രവേശിക്കാനുള്ള Old അനുവാദമുണ്ട്. Testament, nobody could enter. പഴയ നിയമത്തിൽ ആർക്കും പറ്റില്ലായിരുന്നു. Today, എന്നാൽ ഇന്ന് we can enter നമുക്കതിലേക്ക് and പ്രവേശിക്കാം, experience God. ദൈവ സാന്നിധ്യം അനുഭവിക്കാം. May I pray for you this morning? രാവിലെ ഞാൻ നിങ്ങൾക്കായി I don't പ്രാർത്ഥിക്കുന്നു. know, you are too busy today. ഇത് നിങ്ങൾ ഒത്തിരി തിരക്കുള്ളവരാണ്. Some people are busy on Sunday also. ചിലര് ഞായറാഴ്ചയും തിരക്കാണ്. And you have also provided facility for them not to come to church. ഇപ്പൊ നമ്മള് വരാതിരിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുക ഓൺലൈൻ. Because during COVID, I understand online. കോവിഡ് സമയത്ത് എനിക്ക് മനസ്സിലാകും ഓൺലൈൻ കുഴപ്പമില്ല. Today also we are giving them online. So don't come. നമ്മൾ ഓൺലൈൻ കൊടുക്കുകയാണ്. Sit at home. വീട്ടിലിരുന്ന് Cook food. ആഹാരമൊക്കെ പാകം ചെയ്ത് Keep the phone on the side. ഫോൺ ഒരു സൈഡിൽ വെച്ച് What power of God you will experience. ഏത് തരത്തിലുള്ള ശക്തിയാണ്, ദൈവശക്തിയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. Neglect not the fellowship of the brethren. നമ്മൾ ഒരിക്കലും ആരാധന കൂട്ടായ്മകളെ അവഗണിക്കരുത്. Hebrews 10:25 says that. എബ്രായ ലേഖനം 10:25 Now I പറയുന്നു. understand people who cannot come. വരാൻ പറ്റാത്തവരുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകും. Maybe they are sick, they can't even walk. നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രോഗമായിരിക്കുന്ന അവസ്ഥ എനിക്ക് മനസ്സിലാവും. Zoom is good. Zoom is good. സൂം നല്ലതാണ്. But those who can walk also are taking that. ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. One day in the house of the Lord. ദൈവഭവനത്തിൽ ചെലവഴിക്കുന്ന ഒരു ദിനം Better than 1,000 elsewhere. വേറെ എവിടെ ചെലവഴിക്കുന്ന 1000 ദിനത്തേക്കാൾ ഉത്തമമാണ്. I'd rather be a doorkeeper in the house of the Lord ഞാൻ യഹോവയുടെ ആലയത്തിലെ ഒരു വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ than to ഇഷ്ടം. dwell in the tents of the wicked. ദുഷ്ടന്മാരുടെ കൂടാരത്തിൽ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ പാറാവുകാരനായിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. Thank you so much. ദൈവത്തിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. Father, I just pray. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, Teach me, O God. എന്നെ പഠിപ്പിക്കണമേ. I don't know. എനിക്കറിയില്ല. And the more I come closer to you, അങ്ങയോട് അടുത്ത് ഞാൻ കൂടുതലായി the വരുമ്പോൾ more I see my weaknesses. എന്റെ ബലഹീനതകളെ ഞാൻ കാണുന്നു. The more I see my ignorance. എന്റെ അജ്ഞതകളെ ഞാൻ കൂടുതൽ കാണുമ്പോൾ Teach me to enter the secret place. എന്നെ ഈ രഹസ്യ സ്ഥലത്തേക്ക് എന്നെ നയിക്കണമേ. To dwell in that place. അവിടെ പാർക്കാൻ എന്നെ സഹായിക്കണമേ. To hear your voice. അങ്ങയുടെ ശബ്ദം കേൾക്കാൻ, To feel your presence. അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാൻ, To see your glory. അങ്ങയുടെ മഹത്വം കാണാൻ I pray. ഞാൻ You പ്രാർത്ഥിക്കുന്നു. will set our hearts on fire. ഞങ്ങളുടെ ഹൃദയത്തെ കത്തിക്കണമേ നാഥ. Set our hearts on fire. ഞങ്ങളുടെ ഹൃദയത്തെ That ശക്തീകരിക്കണമേ. the world will see ഈ ലോകം കാണട്ടെ the light that is in us. ഞങ്ങളിലുള്ള പ്രകാശം അവർ That കാണട്ടെ. we might glorify Jesus. അങ്ങയുടെ മഹത്വം വെളിപ്പെടട്ടെ. Lord, I pray. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. Psalm 91 talks about healing. സങ്കീർത്തനം 91 സൗഖ്യത്തെ കുറിച്ച് Psalm പറയുന്നു. 91 talks about protection. സംരക്ഷണത്തെ കുറിച്ച് പറയുന്നു. Psalm 91 talks about success. സങ്കീർത്തനം 91 വിജയത്തെ കുറിച്ച് I പറയുന്നു. pray today ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, for healing of our bodies. ഞങ്ങളുടെ ശരീരത്തിന്റെ സൗഖ്യത്തിനായിട്ട് Give us divine strength. ദിവ്യമായ ശക്തി പകരണമേ. I pray in Jesus' name യേശുവിന്റെ അധികാരമുള്ള that നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. everything that the enemy is trying to destroy പിശാച് അപഹരിക്കാൻ ശ്രമിക്കുന്ന, our നശിപ്പിക്കാൻ home, ശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളും in our home, ഞങ്ങളുടെ വീട്ടിൽ, in our family, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, in our children, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ in our ജീവിതത്തിൽ, workplace, ഞങ്ങളുടെ ജോലി I സ്ഥലങ്ങളിൽ bind its power right now. ഇന്ന് രാവിലെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ I pray ബന്ധിക്കുന്നു. power right now.
കർത്താവിന്റെ ശക്തി ഇറങ്ങട്ടെ. I break the stronghold of the enemy. ശത്രുവിന്റെ എല്ലാ കോട്ടകളെയും ഇടിച്ചു കളയുന്നു. I break every curse right now. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. God, when you went on the cross, കർത്താവേ അങ്ങ് ക്രൂശിലേക്ക് നടന്നപ്പോൾ the power of the curse is broken. എല്ലാ ശാപങ്ങളും അഴിഞ്ഞു മാറി. We receive it today. അത് ഞങ്ങൾ സ്വീകരിക്കുന്നു We കർത്താവേ. receive our healing today. ഞങ്ങളുടെ സൗഖ്യം ഞങ്ങൾ പ്രാപിക്കുന്നു. We receive our victory today. ഞങ്ങളുടെ വിജയം ഞങ്ങൾ പ്രാപിക്കുന്നു. In the name of Jesus. യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ No pestilence will touch us. യാതൊരു മഹാമാരിയും ഞങ്ങളെ തൊടുകയില്ല. Because you are our God. കാരണം അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. You will answer our prayers. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി You തരും. will hear our cry. ഞങ്ങളുടെ കരച്ചിൽ അവിടുന്ന് കേൾക്കും. When we enter the secret ഈ place, രഹസ്യ സ്ഥലത്ത് അത്യുന്നതനായ മറവിടത്തിൽ I ഞങ്ങൾ വരുമ്പോൾ receive it in faith. വിശ്വാസത്തോടെ ഞാൻ ഇത് സ്വീകരിക്കുന്നു Because കർത്താവേ. the scripture says, കാരണം തിരുവെഴുത്തുകൾ പറയുന്നു, if you believe, ഞാൻ വിശ്വസിക്കുമെങ്കിൽ you will see the glory of ദൈവ God. മഹത്വം കാണും. We believe today. കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു. We choose to trust you today. അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. In the name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Lord, if we don't have faith, ഞങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ കർത്താവേ, if we have weak faith, ഞങ്ങളുടെ വിശ്വാസം you ബലഹീനമാണെങ്കിൽ are the giver of faith. കർത്താവേ വിശ്വാസം നൽകുന്ന Lord, അവിടുന്ന് impart faith into our lives. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തെ In പകരണമേ. the name of Jesus, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ I pray ഞാൻ പ്രാർത്ഥിക്കുന്നു. that our past will be healed. ഞങ്ങളുടെ ഭൂതകാലങ്ങളിലുള്ള മുറിവുകൾ Our സൗഖ്യമാവട്ടെ. future will be blessed. ഞങ്ങളുടെ ഭാവി കാലം അനുഗ്രഹിക്കപ്പെടട്ടെ. The enemy tried to destroy us, ഞങ്ങളെ നശിപ്പിക്കാൻ പിശാച് ശ്രമിക്കുന്നു. but because of you, കർത്താവേ അങ്ങ് അവിടുത്തെ നാമം if നിമിത്തം, it was not for you, കർത്താവേ അങ്ങയുടെ നാമമല്ലായിരുന്നെങ്കിൽ we would not have been here ഞങ്ങൾ today. ഒരിക്കലും ഇവിടെ I ഇരിക്കയില്ലായിരുന്നു. want to കർത്താവേ thank you, Jesus. കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. We give you glory. Come on. അങ്ങേക്ക് സകല മഹത്വവും കരേറ്റുന്നു. Glory to God right now. ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടായിരിക്കാം പ്രിയരെ. Shandarabase. ഹല്ലേലൂയ. എല്ലാവരും വായ തുറന്ന് ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ടിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ശത്രു അപഹരിച്ചതെല്ലാം മടക്കിത്തരാൻ വിശ്വസ്തനായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ മറവിടത്തിൽ മറഞ്ഞിരിപ്പാൻ നമുക്ക് തീരുമാനിക്കാം. Bless you, Lord. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. Sing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. Sing it again. Amazing grace, how sweet the sound. Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now
today. കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന്. I believe today. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു. Even if the world says something, I still believe you. കർത്താവേ ലോകം മറിച്ചു പറഞ്ഞാലും ഞാൻ അങ്ങയിൽ വിശ്വസിക്കും. I will trust in your word. അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കും. You are the God unchanging. കർത്താവേ അങ്ങ് മാറാത്ത ദൈവമാണ്. Yesterday, ഇന്നലെയും today, ഇന്നും and forever. എന്നേക്കും You are the God of Abraham, Isaac and Jacob. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് അവിടുന്ന്. We have seen in your word കർത്താവേ ഞങ്ങൾ അങ്ങയുടെ വചനത്തിൽ കണ്ടു impossible becoming possible അസാധ്യമായ കാര്യങ്ങൾ സാധ്യമായി തീരുന്നത് because of the faith of your people. അങ്ങയുടെ ജനത്തിന്റെ വിശ്വാസം നിമിത്തം. And today we pray with faith കർത്താവേ ഈ വിശ്വാസത്തോടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. and thanksgiving കർത്താവേ നന്ദിയോടെ in the name പ്രാർത്ഥിക്കുന്നു. of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ With thanksgiving നന്ദി നിറഞ്ഞ we ഹൃദയത്തോടെ make our petitions known to God. ഞങ്ങളുടെ അപേക്ഷകൾ സ്തോത്രത്തോടെ ദൈവത്തെ I pray അറിയിക്കുന്നു. for divine breakthrough, ദിവ്യമായ വിടുതലുകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. financial breakthrough, സാമ്പത്തികമായ രംഗങ്ങളിൽ marriages to take place, കുടുംബ ബന്ധങ്ങൾ വിവാഹ ബന്ധങ്ങൾ നടക്കാൻ godly പ്രാർത്ഥിക്കുന്നു. marriages to take place. കർത്താവേ വിവാഹ ബന്ധങ്ങൾ നടക്കാനായിട്ട് In the പ്രാർത്ഥിക്കുന്നു. name of Jesus. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Lord, I pray കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു. wombs that are closed will open in Jesus' name. കർത്താവിന്റെ നാമത്തിൽ അടയപ്പെട്ട കർത്താവ് ഉദരഫലങ്ങൾ I speak തുറക്കപ്പെടട്ടെ. healing right now. കർത്താവേ സൗഖ്യം പ്രാപിക്കാൻ In the name of Jesus. യേശുക്രിസ്തുവിന്റെ In the നാമത്തിൽ name of സൗഖ്യമുണ്ടാവട്ടെ. Jesus. ഉദരങ്ങൾ സൗഖ്യമാവട്ടെ. I pray right now ഗർഭഫലം that അനുഗ്രഹിക്കപ്പെടട്ടെ. you will release wisdom. കർത്താവേ അങ്ങയുടെ ജ്ഞാനത്തെ പകരണമേ. Wisdom. ജ്ഞാനത്തെ പകരണമേ. Because you said in your word, കർത്താവേ അങ്ങയുടെ വചനത്തിൽ അങ്ങ് പറയുന്നു those who need wisdom, ask for wisdom. ജ്ഞാനം ആവശ്യമുള്ളവർ ചോദിക്കട്ടെ എന്ന്. I pray today കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു that എന്ന്. it will be released കർത്താവേ അങ്ങയുടെ ജ്ഞാനത്തെ പകരണമേ. in our homes. ഞങ്ങളുടെ വീടുകളിൽ Our children, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ our children will rise up ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ to കർത്താവേ. be as great witnesses ദൈവത്തിന് വേണ്ടി നല്ല for സാക്ഷികളായി the glory of God. ദൈവമഹത്വത്തിനായി അവർ We want എഴുന്നേൽക്കട്ടെ to നാഥാ. thank you, Jesus. കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി We want പറയുന്നു. to give you glory. അങ്ങയുടെ മഹത്വം എല്ലാം അങ്ങേക്ക് We want തരുന്നു. to give you praise. എല്ലാ സ്തുതി ബഹുമാനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. കർത്താവേ അങ്ങേക്ക് നന്ദി അപ്പാ. Hallelujah. Thank you, Jesus. Thank you. നന്ദി കർത്താവേ. Hallelujah. Hallelujah. എല്ലാ സ്തുതി ബഹുമാനങ്ങളും Hallelujah. ദൈവത്തിന് നൽകുന്നപ്പാ.